അങ്ങനെയുണ്ടല്ലോ നമ്മൾ ചില ആളുകൾ, ഈ പണക്കാരുണ്ട്, അവർക്ക് ദീനല്ല വലുത്, അവർക്ക് അവരെ ബിസിനസ്സാ വലുത് അല്ലേ? അവരെ ബിസിനസ് തകരുമ്പോ അവർക്ക് ഭയങ്കര രോഷം ഉണ്ടാക്കുന്നില്ലേ? ഒരു ബിസിനസിന്റെ ഒരു കച്ചവടം നടത്തുന്ന ആള് അയാളെ ബിസിനസിന് തകരാറ് വരുത്തുന്ന എന്തെങ്കിലും വന്നാൽ അയാൾ സഹിക്കോ? ഇല്ല, അത് സഹിക്കൂല. പക്ഷെ ദീനിൽ എന്ത് ഫസാദ് ഉണ്ടായാലും അയാൾക്ക് പ്രശ്നമല്ല. അവനക്ക് സലഫിയും പറ്റും, അവനക്ക് ജമാഅത്ത് ഇസ്ലാമിയും പറ്റും, അവൻ ഔലിയാക്കളെ കാഫിറാക്കിയാലും കുഴപ്പമില്ല, ബാപ്പാനെ കാഫിറാക്കിയാലും കുഴപ്പമില്ല, അള്ളാന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അള്ളാന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പും കാഫിറാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഔലിയാക്കളെ കാഫിർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അവന്റെ ബിസിനസ്സിന് ഒരു കുഴപ്പം പറ്റിയില്ലെങ്കിലും മതി. പിന്നെ പള്ളിയിലെ ഉസ്താദിന് ഓർഡർ ചെയ്യും, സലഫിനെ പറ്റി മിണ്ടാൻ പാടില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ ശുദ്ധി എടുക്കാൻ പാടില്ല, കാരണം എന്റെ കമ്പനിയിൽ പാർട്ട്ണർ സലഫിയാണ്, എന്റെ കച്ചവടത്തിന്റെ പാർട്ട്ണർ വഹാബിയാണ്, അതുകൊണ്ട് സലഫിനെ പറ്റി മിണ്ടാൻ പാടില്ല. എടോ, അള്ളാന്റെ ദീന് പറയാൻ തടുക്കാൻ നിനക്കാരടോ അധികാരം നിന്നത്? ഖതീബിന് ദീന് പറയാൻ അധികാരമുണ്ട്. ഖതീബ് ദീന് പറയാനുള്ള ആളാ. അത് നിശ്ചയിക്കേണ്ട ആള് കമ്മിറ്റിയല്ല, പ്രസിഡന്റ് അല്ല. ദീൻ എന്താണോ അത് ഖതീബ് പറയണം, പണ്ഡിതന്മാർ പറയണം. നീ നടത്തേണ്ടത് പള്ളിയിൽ കക്കൂസിൽ പാട്ടയുണ്ടോ, അല്ലെങ്കിൽ പള്ളി വൃത്തിയുണ്ടോ, പള്ളിയിൽ എവിടെയെങ്കിലും കരണ്ടുണ്ടോ, ബൾബുണ്ടോ, അത് നോക്കി നടക്കേണ്ട പണിയാണ് എനിക്കുള്ളത്. ദീന് പറയത് ഏത് പറയണം ഏത് പറയണ്ട എന്ന് ഓർഡർ ചെയ്യാൻ കമ്മിറ്റിക്കാരെ നിങ്ങൾക്ക് അധികാരമില്ല. അത് ഉലമാവിന് അധികാരമുള്ളൂ. കമ്മിറ്റി ഉസ്താദുമാരെ ബായി കെട്ടാനും ബായി തുന്നാനും നടക്കണ്ട, അതിന് അധികാരം നിങ്ങൾക്കില്ല. പള്ളിയിൽ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക, കമ്മിറ്റി ഭാരവാഹിയാവുക എന്ന് പറഞ്ഞാൽ പള്ളി ഭരിക്കാൻ അധികാരം ഇവിടെ ആയിരിക്കില്ല. പള്ളി അള്ളാന്റേതാ, പള്ളി അള്ളാന്റേതാണ്. അള്ളാന്റെ പള്ളിയിൽ അധികാരം ആയിരിക്കുള്ളത്. നീ പള്ളിന്റെ ഒരു ഖിദ്മത്ത് എടുക്കുന്ന ഖാദിമു മാത്രമാണ്, പള്ളിയിലെ ഒരു ജോലിക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, മറ്റേതാണ്, വലക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പള്ളിയുടെ ഖാദിമു മാത്രമാണ്. ഈ ചിന്തയാണ് ഏതൊരു കമ്മിറ്റിക്കാരന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഉസ്താദുമാരെ തൊള്ള കെട്ടാനും ബായി കെട്ടാനും ലോകത്ത് ഒരാളും അതിന് പോകേണ്ടതില്ല.